ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നന്നായിട്ട് നിങ്ങൾക്ക് പേടിക്കണോ? നന്നായിട്ട് പേടിക്കണോ? പേടിപ്പിച്ചു തരാം ഞാൻ. ഒരു ഗംഭീര ഹൊറർ മൂവി. വെറും പേടിപ്പിക്കൽ മാത്രമല്ല, അവസാനം വെച്ച് നല്ല കിടിലൻ ട്വിസ്റ്റുകളും ഉണ്ട്. അങ്ങനെയുള്ള ഹൊറർ മൂവി കാണാൻ ഒരു പ്രത്യേക രസമാണല്ലേ. പേടിച്ച് അവസാനം എത്തുമ്പോൾ നല്ല ഗംഭീര ട്വിസ്റ്റുകൾ. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഈ ഒരു കഥ മുഴുവനായിട്ട് കേട്ടേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ നേരെ ഈ കഥയിലേക്ക് പോവുകയാണ്. ഈ സിനിമ ആരംഭിക്കുന്നത് വളരെയധികം ലൈറ്റായിട്ടായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഹൊറിഫിക് ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സിനിമയുടെ ആരംഭത്തിൽ തന്നെ റീനി എന്ന് പറഞ്ഞ നമ്മുടെ കഥാനായികയെ കാണിക്കുകയാണ്. വലിയ പ്രായമൊന്നുമില്ല, 10-22 വയസ്സായിട്ടുള്ളൂ. അവളുടെ അമ്മ നല്ലൊരു പാട്ടുകാരിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കിടപ്പിലാണ്. എന്നാൽ ആദ്യം പാടിയ പാട്ടുകൾക്കുള്ള ആ ഒരു കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പാട്ട് ഉപയോഗിച്ച് ആ കേസറ്റ് എല്ലാം വെക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ഒരു വിഹിതം തരുമെന്ന് ചോദിക്കുമ്പോൾ അത് തരാൻ പറ്റില്ല എന്ന് ഓരോ ഉടായ്പ കാരണങ്ങൾ പറഞ്ഞിട്ട് റീനിയെ അവരൊഴിവാക്കുകയാണ്. അവളെ പരമാവധി പറഞ്ഞു നോക്കി, നിങ്ങളുടെ കാസറ്റൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ, എന്നാൽ പല മുട്ടന്യായങ്ങളും നിന്റെ അമ്മ കിടന്നുപോയി, അതൊക്കെ വെറുതെ വെക്കുകയാണ്, ആരും വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാശ് കൊടുക്കുന്നില്ല. ഒരുപാട് വിഷമിച്ച് റീനി നേരെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ബസ്സിൽ വന്നിറങ്ങി നേരെ വീട്ടിലേക്ക് നടന്നു പോകണം കേട്ടോ. പോകുന്ന വഴിയൊക്കെ കുറച്ച് ഉൾഭാഗത്തേക്കാണ്. കുറച്ചു ദൂരം നടന്ന് ഒരു പള്ളിക്കാട്ടിലേക്ക് എത്തുകയാണ്. പള്ളിക്കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശവപ്പറമ്പ്. അതിനരികിലാണ് അവളുടെ ഒരു വലിയ വീടുള്ളത്. വലിയ വീടാണെന്ന് കരുതിയിട്ട് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല കേട്ടോ. അതിന്റെ പ്രധാന കാരണം ഇവരുടെ ഉമ്മ കിടപ്പിലായതുകൊണ്ടാണ്. നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ ഉപ്പയുടെ ഉമ്മയുണ്ട്, അതുപോലെ തന്നെ അവളുടെ 2 അനിയന്മാരുണ്ട്, ബോണ്ടി അതുപോലെ തന്നെ ഇയാനാണ് ഏറ്റവും ചെറിയ ആന്. അവന് ചെവിയും കേൾക്കില്ല, അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയില്ല. രണ്ടുപേരും ഇപ്പൊ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം നേരെ റീനി ഉപ്പയുടെ അടുത്തേക്ക് ചെല്ലാണ്. അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ചെയ്തിട്ട് മൂപ്പര് പുറത്തുതന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീനിയെ നോക്കിയിട്ട് ഉപ്പ ചോദിക്കുന്നുണ്ട്, എന്തായി പോയ കാര്യമൊക്കെ നടന്നു എന്ന്. റീനി പറയാണ്, ഒരു രക്ഷയില്ല ഉപ്പ, അവരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ്. എന്തപ്പോൾ ചെയ്യാന്ന് അവളുടെ ഉപ്പയും പറയാണ്. കാരണം അയാളുടെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് മുഴുവൻ ഉമ്മയുടെ ആ ഒരു ട്രീറ്റ്മെന്റിന് എടുത്തെടുത്ത് എല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീട് വിറ്റാലോ, ചെറിയൊരു വീട്ടിലേക്ക് താമസം മാറിയാലോ എന്നൊക്കെ റീനി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉപ്പ ഒരു കാര്യം പറയുന്നുണ്ട്, ഉപ്പയുടെ പേര് അങ്ങനെ പറയുന്നൊന്നുമില്ല, അപ്പൊ തൽക്കാലം നമുക്ക് ഹൈദർ എന്ന് വിളിക്കാം. അപ്പൊ ഹൈദർ പറയാണ്, എന്റെ ഉമ്മയുടെ പേരിലല്ലേ ഈ വീട്, അത്ര പെട്ടെന്നൊന്നും വിൽക്കല് നടക്കില്ല, അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് മണിശബ്ദം കേൾക്കുകയാണ്. അതായത് അവരുടെ ഉമ്മയാണ് ഇതുപോലെ ആരെങ്കിലും അടുത്തേക്ക് വരണമെങ്കിൽ ഇതുപോലെ മണി അടിക്കുക. അങ്ങോട്ടേക്ക് വേഗം തന്നെ ഇപ്പൊ റീനി പോകുമ്പോൾ അവിടെ തന്നെ നമ്മുടെ ബോണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കിക്കൊടുറാന്ന് ബോണ്ടിയോട് പറയുമ്പോൾ ബോണ്ടിക്ക് ഒരു വല്ലാത്ത പേടിയാണ് കേട്ടോ. ഉമ്മ കിടപ്പിലായ പിന്നെ അങ്ങോട്ടേക്ക് പോവാൻ തന്നെ ഒരു ഭയമാണ്. പക്ഷേ റീനുവിന് അങ്ങനെ പറ്റില്ലല്ലോ. അവൾ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഉമ്മ വെറുതെ കിടന്ന് ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വന്ന് അവർക്ക് വേണ്ടി ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അവർ വസ്ത്രത്തിൽ തന്നെയാണ് മൂത്രമൊഴിക്കലും ബാക്കിയുള്ളതൊക്കെ. എന്തായാലും ഇപ്പൊ എന്തോ ഒന്ന് കണ്ട് ഈ സ്ത്രീ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള ആ ഒരു മണിയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉമ്മ ഇത്രയധികം പേടിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത്, സൈത്താൻ സ്ലേവ്സ്, ചെകുത്താന്റെ അടിമകൾ. ഇതിനുശേഷം ഒരു സന്ധ്യ നേരത്ത് ഇപ്പൊ ഹൈദറിന്റെ ഉമ്മ ഇവരെല്ലാവരും ആ ഒരു സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇവരുടെ 2ാമത്തെ മകൻ ടോണി വരികയാണ്. ഇതെന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ലപ്പാ, ബൈക്ക് വെക്കാൻ പോവല്ലേ, കുറച്ചൊരു ആശയുണ്ടായിരുന്നു, ആശ തീരുന്ന വഴി ഓടിക്കായിരുന്നു എന്ന് പറയും. അതായത് കഷ്ടപ്പാട് കാരണം ഇവരുടെ ആ ഒരു ബൈക്ക് തന്നെ ഇവൻ വെക്കുകയാണ്. വിഷമമുണ്ടോടാന്നൊക്കെ ഹൈദർ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലപ്പാ, അവൻ സില്ലിയായിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ബൈക്ക് മറ്റേ പയ്യൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടോണിക്കാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ, അത് പുറത്ത് കാണിക്കുന്നില്ല. അതുപോലെ റീനി ആണെങ്കിൽ അടുക്കളയിൽ എന്തോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അനിയനായിട്ടുള്ള ബോണ്ടി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ബോണ്ടി പറയാണ്, ഇതാ ഇന്ന് മദ്രസയിൽ പോയപ്പോൾ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ അവിടുന്ന് നമ്മളെല്ലാവരും തിരിച്ചു വരില്ലേ, എന്നിട്ടൊരു 40 അടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ കബറിൽ നിന്നും അവർ എഴുന്നേൽക്കുമെന്ന്. അത് സത്യമാണ് ഇതാ. ഈ സമയത്ത് റീനു പറയാണ്, നിന്റെ ഉസ്താദ് എന്താ കബറിൽ, അതായത് ഈ ശവക്കുഴിയിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീയും നിന്റെ ഒരു ഉസ്താദും കുറെ അന്ധവിശ്വാസങ്ങളും. അതായത് റീനിക്ക് ഈ കാര്യത്തിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ടോണി വരികയാണ്. അവനാണെങ്കിൽ ഈ വീട്ടിലുണ്ടാകുന്ന ഫുഡൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് കരുതി കെയർ ഇല്ലാത്തൊരുത്തിനൊന്നുമല്ല, ഭയങ്കര സ്നേഹമാണ് അനിയനോടൊക്കെ. സോ എന്തോ കട്ട്ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ട പാടിനെ റീനി ചോദിക്കുന്നത്, ഇതിനുള്ള കാശ് എവിടുന്ന? അവനിങ്ങനെ പരിങ്ങി കളിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ റീനി അവന്റെ ആ ഒരു വാച്ചിലേക്ക് നോക്കുമ്പോൾ വാച്ച് അവിടെയല്ല, വിറ്റല്ലേ. ഇതേ നേരം മുകളിൽ നിന്നും ഉമ്മ ആ ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇതാ പോയി നോക്കുന്നു പറയുമ്പോൾ ഇപ്പൊ ടോണിയോട് റീനി പറയാണ്, ഇത് നിന്റെ പണിയാണ് ഉമ്മയുടെ മുടി ചെയ്യല്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവന്റെ ഉമ്മയുടെ ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ ചെയ്യി കൊടുക്കാൻ നിൽക്കുകയാണ്. അവൻ വരുന്ന സമയത്ത് ടോണി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ഉമ്മ. മാത്രല്ല അവൻ ചെന്ന് മുടി ചീകി കൊടുക്കുമ്പോൾ ഒരുപാട് മുടി ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അവന് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. അവന്റെ ഉമ്മ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. ഉമ്മ ഇനിയും പാട്ട് പാടണം കേട്ടോ, ഞാൻ പണ്ടത്തെ പോലെയല്ല, നല്ല അടിപൊളിയായിട്ട് ഗിറ്റാറൊക്കെ ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനലങ്ങ് തുറക്കുകയാണ്. അവനങ്ങ് പേടിച്ചു പോയി. പെട്ടെന്ന് അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയാ തുറന്നു വന്നേന്ന് അവന് മനസ്സിലാവുന്നില്ല. പിറകിൽ നിന്ന് ഉമ്മയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയത്തിൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വല്ലാത്ത ഭാവത്തിൽ അവന്റെ ഉമ്മ അവനങ്ങനെ നോക്കുകയാണ്. പേടിച്ചു പോയി ടോണി നൈസായിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു, എല്ലാവരും കിടക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ കിടക്കുന്നതിന് മുന്നേ റീന് അവളുടെ ഉമ്മയുടെ അടുത്തേക്ക് ഒന്ന് വന്നു നോക്കുമ്പോൾ ഉപ്പ എന്തൊക്കെയോ ചില കാര്യങ്ങൾ
ഉമ്മയോട് സംസാരിക്കുകയാണ്. അവർക്ക് തിരിച്ച് മറുപടി ഒന്നും കൊടുക്കാൻ കഴിയില്ല. അതായത് കുട്ടികൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഭയങ്കര സങ്കടത്തിലാണ് എന്നൊക്കെ പറയണം. ഇപ്പൊ റീനു വന്നപ്പോ പതിയെ ഹൈദർ എഴുന്നേറ്റ് പോവാണ്. മോളെ കിടന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഉപ്പാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളും പോയിട്ട് കിടന്നുറങ്ങാണ്. ഉറങ്ങിയ നേരത്ത് അവളൊരു സ്വപ്നം കാണുന്നുണ്ട്. ഉമ്മയുടെ റൂമിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മണി അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പതിയെ ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉമ്മ ബെഡിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ജനലിനരികിലായിട്ട് ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് ഏതോ ഒരു സ്ത്രീ നിൽക്കുന്നു. അവള് പതിയെ അങ്ങോട്ടേക്ക് ചെന്നു. പതിയെ ആ ഒരു സ്ത്രീയെ വിളിക്കുമ്പോൾ അവര് പതിയെ അങ്ങനെ തിരിയുന്നുണ്ട്. മുഴുവനായിട്ട് അവരുടെ മുഖം കാണിക്കുന്നില്ല, സൈഡിൽ നിന്നും ഒരു ചിരിയോടുകൂടെ കാണിക്കുന്നുണ്ട്. ആ രൂപം കണ്ടാൽ തന്നെ ഒരുവിധം ആൾക്കാരുടെ ആ ഒരു കിളി മാറും. പെട്ടെന്ന് നമ്മുടെ റീനി സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അതൊരു ദുസ്വപ്നമായിരുന്നു. പക്ഷേ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോ അതേ മണിശബ്ദം തന്നെ അവൾ കേൾക്കുകയാണ്. പതിയെ മുകളിലേക്ക് കയറി ചെന്ന് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ അവളുടെ ഉമ്മ ബെഡിലുണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ ജനലിന്റെ അരികിലേക്ക് അവളുടെ ഉമ്മ പോയി നിൽക്കുകയാണ്. അവളുടെ ഉമ്മയ്ക്കൊന്നും എഴുന്നേൽക്കാൻ വരെ പറ്റില്ല. പിന്നെ എങ്ങനെ ഈ പോയി നിൽക്കുന്നത്? ഉമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ ഉമ്മ ഒറ്റ തിരിയലാണ്. വായ തുറന്നു പിടിച്ച് ശ്വാസം കിട്ടാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത ഭാവത്തില് പെട്ടെന്ന് തന്നെ അവര് താഴേക്ക് വീഴുകയാണ്. അവിടെ വെച്ച് റീനുവിന്റെ ഉമ്മ മരണപ്പെട്ടു പോകുന്നുണ്ട്. ശബ്ദം കേട്ട് ഹൈദരും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. കാര്യം മനസ്സിലായി, ഉമ്മ മരിച്ചു എന്ന്. സോ ഇനി മുതലാണ് ഹൊറിബിൾ തിങ്സ് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉമ്മയുടെ ആ ഒരു ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ആ ഒരു പള്ളിപ്പറമ്പ് വിട്ട് ഇവിടുന്ന് വരികയാണ്. അത് തൊട്ടരികിൽ തന്നെയാണ്, ഇവരുടെ വീടിന്റെ ഒരു അടുത്തായിട്ട് തന്നെയാണ്. അപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് നമ്മുടെ ഹൈദരോട് സംസാരിക്കുകയാണ്, അവരെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് ഉസ്താദിന്റെ മകനായിട്ടുള്ള ഹേന്ദ്ര നമ്മുടെ റീനിയോട് എന്തോ സംസാരിക്കാൻ വരികയാണ്. അപ്പൊ റീനി വരികയാണ്, ഈ സമയത്ത് എന്നെ വേണം, എനിക്കിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവള് പോവുകയാണ് കേട്ടോ. പക്ഷെ ഹേന്ദ്രയെ കണ്ടിട്ട് അങ്ങനെ ഒരു പയ്യനായിട്ട് തോന്നുന്നില്ല. ഇതേ നേരം അവളുടെ രണ്ടാമത്തെ അനിയനായിട്ടുള്ള ബോണ്ടി ഉണ്ടല്ലോ, ബോണ്ടി അവിടെ നിന്ന് വരുന്നില്ല. ഇതെന്താണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അതല്ല ഇത്താത്ത, ഞാനാണ് ആ ഒരു കബർ വിട്ട് അവസാനമായിട്ട് വന്ന ആള്. ഞാനിപ്പോ 39 അടി വെച്ച് കഴിഞ്ഞു, ഇനി 40ാമത്തെ അടി അത് വെക്കുന്ന സമയത്തെങ്ങാനും എന്റെ പിന്നിൽ ഉമ്മ വന്നാലും എനിക്ക് പേടിയാവുന്നു പറഞ്ഞപ്പോ റീനുവിന് ദേഷ്യം വരികയാണ്. നീ ഇന്ന് അവിടെ തന്നെ നിന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവള് പോവാണ്. അങ്ങനെ രാത്രിയായി. ഇതേപോലെ തന്നെ ഈ ബോണ്ടി ഇളയ പയ്യനായിട്ടുള്ള ഇയാൻ രണ്ടുപേരും ഒരു മുറിയിലേക്ക് എടുക്കുക. ഇപ്പൊ അങ്ങോട്ടേക്ക് അവരുടെ ഉപ്പ ഹൈദർ വരികയാണ്. മക്കളെ സമാധാനിപ്പിക്കുകയാണ്. മാത്രമല്ല നല്ല കടവും ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പ ഇവിടുന്ന് പോവുകയാണ്. ഇത്താത്താനെ അനുസരിക്കണം, ഇക്കാക്കാനെ അനുസരിക്കണം, അനുസരണക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ബോണ്ടി പറയണം, ഉപ്പ പോവല്ലോ ഉപ്പ, എനിക്കിവിടെ വല്ലാത്ത ഭയമാണ്. എന്നാൽ പോവാതെ ഒരു നിവൃത്തിയുമില്ല. മക്കൾ എന്തായിട്ടും നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഹൈദർ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് ടോണിയും റീനും ചോദിക്കുന്നുണ്ട്, ഉപ്പ അതിന്റെ ആവശ്യമുണ്ടോ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ വിളിക്കാൻ ഫോണ് വരെയില്ല, എന്താ നമ്മൾ ചെയ്യാ? ഇപ്പോ ഹൈദർ പറയുന്നുണ്ട്, മക്കളെ കുറച്ച് നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ, കാശും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ടേക്ക് ജീവിക്കും? ഉപ്പയുടെ ആ ഒരു തീരുമാനവും റീനുവും ടോണിയും അവസാനം അംഗീകരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബോണ്ടിയെ കാണിക്കുകയാണ്. ഓൾറെഡി അവന്റെ ഉമ്മയെ പേടിയായിരുന്നു, അവരിപ്പോ മരിച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതുപോലെ തന്നെ ഇപ്പൊ ബോണ്ടി ചോദിക്കുന്നുണ്ട്, ഡാ ഇയാനെ വാ, പേടിയുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് കിടന്നു. എന്നാൽ ഇയാനാണെങ്കിൽ ആള് വേറെ ലെവലാട്ടോ, സംസാരിക്കാനും പറ്റൂല, അതുപോലെ തന്നെ ചെവിയും കേൾക്കില്ല, എന്നാൽ ഊക്കുന്നതിനൊരു പരിധിയില്ല. ഇപ്പൊ ഞാൻ പറയാണ്, ബോണ്ടി നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ അവിടെ കിടന്ന് വെറുതെ ഇരക്കിട്ടുണ്ടാക്കാൻ നോക്കണ്ടാന്ന്. അത് ആ ഒരു ആംഗ്യ ഭാഷയിൽ. എന്തായാലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ബോണ്ടി ഇപ്പൊ ചുമ്മാ ഒരു ശവപ്പറമ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഏതോ ഒരു മനുഷ്യൻ ഒരു രൂപത്തെ അവിടെ കാണുന്നുണ്ട്. അവനാകെ പേടിച്ച് ഇയാനെ വിളിക്കുകയാണ്. ഇയാനും വന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, ആ ആത്മാക്കള് അതിന് ഭയങ്കര ബുദ്ധിയുണ്ട് തോന്നുന്നു, രാത്രി ടോർച്ച് എടുത്താ വന്നിരിക്കുന്നതെന്ന്. നോക്കുമ്പോ എന്താ, ശവപ്പറമ്പിൽ ആരോ രാത്രിയിൽ എന്തോ ഒരു കാര്യം നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇതേ സമയത്ത് ടോണിയുടെ റൂമിൽ നോക്കുകയാണെങ്കിൽ അവന്റെ കയ്യിൽ എപ്പോഴും റേഡിയോ ഉണ്ടാവും. അപ്പൊ അതിൽ പാട്ട് വെക്കാനായിട്ട് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോണി ടോണി എന്ന ഒരു റേഡിയോയിലൂടെ പറയുന്നതും അതുപോലെ തന്നെ ഉമ്മ വിളിക്കുന്നത് പോലുള്ള ഒരു മണിശബ്ദം അവൻ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ പതിയെ അങ്ങോട്ടേക്ക് അവൻ ചെന്ന് നോക്കുന്നുണ്ട്. അവൻ പോയ നേരത്ത് പെട്ടെന്ന് ആ ഒരു മണി വായുവിൽ അങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുകയാണ്. അത് താഴേക്ക് വീഴുന്ന അവൻ കാണുന്നുണ്ട്. അവനാകെ ഞെട്ടുകയാണ്, ഒരേറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അതൊരു തോന്നലാണോ റിയാലിറ്റി ആണോ എന്ന് അവൻ അപ്പോഴും അറിയില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. റേനി ആണെങ്കിൽ അടുക്കളയിൽ ഓരോ പണിയാണ്. അതുപോലെ തന്നെ ടോണി ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ റേനി പറയുന്നുണ്ട്, എടാ വെള്ളം തീർന്നു പോയി, കുറച്ചൊന്ന് കോരി തരുമോ? എനിക്ക് സമയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ടോണി പോവാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ബോണ്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ നമ്മൾ കളിക്കുന്ന ഒരു ക്യാമറ ഉണ്ടല്ലോ, ചുമ്മാ കണ്ണിലിങ്ങനെ വെച്ചിട്ട് ഒരു സ്വിച്ച് വെക്കുമ്പോൾ കുറെ ചിത്രങ്ങൾ കാണാൻ പറ്റുന്ന അതുപോലെ ഒരു ക്യാമറ. അവൻ ആ ഒരു ക്യാമറയും വെച്ച് കളിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇയാൻ വരികയാണ്. എടാ എനിക്ക് കൊണ്ടാന്ന് പറയണം. എന്നാൽ ബോണ്ടി കൊടുത്തില്ല കേട്ടോ. അതിന് ഇയാൻ എങ്ങനെയാ പ്രതികാരം വീട്ടിയെന്ന് അറിയോ? മൂക്കിലെ കൈ ഇട്ടിട്ട് അത് അവന്റെ മേത്ത് വെക്കണം. പറഞ്ഞിട്ട് അവൻ ഒരേറ്റ ഓട്ടം ഇടുകയാണ് കേട്ടോ. ഇവരുടെ ഈ വഴക്ക് കണ്ടിട്ട് ഇപ്പൊ റീനു അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇയാനുണ്ടല്ലോ മൂക്കിൽ കൈയിട്ട് അത് തൊള്ളിക്കിടും. അടിപൊളി സീന്. എന്തായാലും പിള്ളേർ അവരുടെ വഴിക്ക് പോയി. ഇതേ സമയത്ത് തന്നെ വെള്ളമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് റീനു നേരെ അവരുടെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. കാരണം അവിടെ തന്നെയാണ് ആ ഒരു കിണറുള്ളത്. വെള്ളം എല്ലാം കോരി തിരിച്ചു വരാൻ സമയത്ത് റീനുവിന് എന്തോ ഒരു തോന്നല് ഇവിടെ ആരോ ഉള്ളതുപോലെ. അതുകൊണ്ട് ഉള്ളിലേക്ക് ഒരു ഭയം വരുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊന്നും അവിടെ അവൾ കാണുന്നുമില്ല. ഇതേ സമയത്ത് ബോണ്ടി കളിക്കുന്ന ഒരു ചെറിയ കളിക്യാമറ ഉണ്ടല്ലോ, അതിൽ ഓരോരോ ചിത്രങ്ങൾ വരുന്നതിന്റെ അടുക്ക് പെട്ടെന്ന് ഒരു സ്ത്രീയുടെ അവ്യക്തമായ രൂപം വരികയാണ്. അവനാകെ പേടിച്ചു പോയി. എന്തായാലും അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. രാത്രി ആയിട്ടുണ്ട്. ടോണിയെ കാണിക്കുകയാണ്. ടോണി എപ്പോഴും ആ ഒരു
ഒരു റേഡിയോ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പാട്ട് അങ്ങനെ കേൾക്കാൻ ശ്രമിക്കും കേട്ടോ. എന്നാൽ പെട്ടെന്ന് അവന്റെ അരികിലേക്ക് ആരോ വരുന്നതായിട്ട് അവന് തോന്നുകയാണ്. അവന്റെ അരികിൽ തന്നെ ഒരു ചീർപ്പ്, അതിൽ നിറയെ മുടികൾ, ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്, എന്റെ മുടി വാരിത്താടാണ്. ഞെട്ടിത്തരിച്ച് അവൻ പിറകിലേക്ക് വീണ് നോക്കുന്ന സമയത്ത് അവന്റെ കട്ടിന്റെ അടിയിൽ നിന്ന് ഒരു രൂപം പതിയെ എഴുന്നേൽക്കുകയാണ്. വേഗം ലൈറ്റ് ഇട്ടപ്പോ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, തോന്നലായിരിക്കും. പക്ഷേ നന്നായിട്ട് ഭയന്നു പോയിട്ടുണ്ട്. അതേ രാത്രിയിൽ തന്നെ ഇളയ ചെക്കൻ ഇയാന് ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ വിട്ടുകയാണ്. എന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളത് കൊണ്ട് തന്നെ ബോണ്ടിയെ വിളിക്കുന്നുണ്ട്. ബോണ്ടിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു, അവൻ എഴുന്നേറ്റില്ല. അതുകൊണ്ട് ഇയാൻ ഒറ്റയ്ക്കാണ് ബാത്റൂമിലേക്ക് പോയത്. പക്ഷെ അവൻ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ബോണ്ടി വരികയാണ്. പിന്നീട് രണ്ടുപേരും കൂടിയാണ് ഇവിടുന്ന് അവരുടെ റൂമിലേക്ക് തിരിച്ചു പോകുന്നത്. പോകുന്ന വഴിയിൽ അവരുടെ ഉമ്മയുടെ ആ ഒരു ഫോട്ടോ ഉണ്ട്, അറിയാലോ, ബോണ്ടിക്ക് ഉമ്മയെ കാണുന്നത് തന്നെ പേടിയാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ള തുണി ആ ഒരു ഫോട്ടോയുടെ മുകളിലേക്ക് അവൻ ഇട്ട് വെക്കുന്നുണ്ട്. എന്നാൽ തുണി ചെന്ന് വീണത് ഒരു മനുഷ്യരൂപത്തിലേക്കാണ്. അത് അവരുടെ നേർക്ക് വരുന്നുണ്ട്. കണ്ട് പേടിച്ച് നിലവിളിച്ച് കൂവാണ് ബോണ്ടി. ഇപ്പോൾ ഇയാന് കരയാൻ പറ്റില്ലല്ലോ. ശബ്ദം കേട്ട് റീനു അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുമ്പോൾ അവൻ കിടന്ന് നിലവിളിക്കുകയാണ്, ചേച്ചി ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. എന്ന് ഇയാന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയണം. പക്ഷെ അവൻ കണ്ണ് പൊത്തിയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു പാവം കുട്ടിയുണ്ടല്ലോ, അത് നന്നായിട്ട് പിടിച്ചു, അങ്ങനെ നിലവിളിച്ച് കരയാണ്. ഇതേ രാത്രിയിൽ തന്നെ ഇവരുടെ ഉമ്മാമ ഒരു കത്ത് എഴുതുന്നുണ്ട്, ആർക്കാണെന്ന് അറിയില്ല. മാത്രമല്ല നമ്മുടെ ടോണിയെ നോക്കുകയാണെങ്കിൽ പലപ്പോഴായിട്ട് രാത്രിയിൽ ആ ഒരു മണിമുഴക്കവും അതുപോലെ തന്നെ ആ ഒരു ചീർപ്പും എന്റെ കയ്യിലേക്ക് എങ്ങനെയൊക്കെയോ വരികയാണ്. സോ അത് അവന്റെ ഉമ്മയുടേതാണല്ലോ. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ആ ഒരു ശവപ്പറമ്പിലെ ആ ഒരു കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവനത് അവിടെ വെച്ചു കൊടുക്കുകയാണ്. ഇത് ഉമ്മയുടേതാണ്, ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം മറ്റേ ഉസ്താദിന്റെ മകനുണ്ടല്ലോ ഹേന്ദ്ര വീണ്ടും റീനുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചുമ്മാ പഞ്ചാര അടിക്കാനൊന്നുമല്ല റീനുവിന്റെ അടുത്തേക്ക് ഹേന്ദ്ര വന്നത്. അതായത് അന്ന് അവളുടെ ഉമ്മയുടെ ആ ഒരു മൃതദേഹം അത് ആ ഒരു കുഴിയിലേക്ക് വെക്കുന്ന സമയത്ത് അവിടെ തന്നെ മറ്റൊരു സ്ത്രീ അവൻ കണ്ടായിരുന്നു. മറ്റൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മറ്റൊരു ശക്തിയെ തന്നെ. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് രാത്രിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും പോയപ്പോൾ ഒരു ടോർച്ച് എടുത്ത് ഞാൻ ശവപ്പറമ്പിലേക്ക് പോയായിരുന്നു. എനിക്ക് അവിടെ വെച്ച് അതിനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പകരം ആ ഒരു ശവപ്പറമ്പിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ആ ഒരു ജനലിനരികിലായിട്ട് ഞാൻ ആ ഒരു രൂപത്തെ കണ്ടു. ആ രൂപം അല്ലെങ്കിൽ ആ ഒരു ആത്മാവാണ് നിന്റെ ഉമ്മയുടെ ഉള്ളിൽ കയറിയത്, നടക്കാൻ പോലും പറ്റാതെ നിന്റെ ഉമ്മയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ഇതെല്ലാം ഹേന്ദ്ര ഇങ്ങനെ റീനുവിനോട് പറയുന്ന സമയത്ത് ഇവരുടെ ഉമ്മാമയുണ്ടല്ലോ, നടക്കാൻ പോലും പറ്റാത്ത ആ ഒരു സ്ത്രീയാണെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പക്ഷേ അത് സ്വയം ഇഷ്ടപ്രകാരമല്ല, എഴുന്നേൽക്കുമ്പോൾ കരയുന്നുമുണ്ട്. പിന്നെയും ഹേന്ദ്രയും അതുപോലെ തന്നെ റീനുവിനെയും കാണിക്കുകയാണ്. ഇപ്പൊ റീനി ചോദിക്കുകയാണ്, നിനക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? ഇതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. എന്നാൽ ഹേന്ദ്ര പറയുന്നത് നിങ്ങൾ ഇനി ആ ഒരു വീട്ടിൽ നിൽക്കാൻ പാടില്ല, അവിടുന്ന് മാറിക്കുമെന്നാണ്. അവിടെ നിൽക്കില്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല, ഉപ്പ വരുന്നത് വരെ അവിടെ തന്നെ നിൽക്കാനാ ഉപ്പ പറഞ്ഞത്. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് റീനി ഇവിടുന്ന് പോവാണ്. അവൾ പോകുന്ന സമയത്ത് അടുക്കളയുടെ പിന്നിലൂടെ കയറുമ്പോൾ അവിടെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ തന്നെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാന്. പിന്നീട് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ വീൽ ചെയറിൽ ഉമ്മാമ ഇല്ലായിരുന്നു, ബോണ്ടി ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും കൂടെ അവരുടെ ഉമ്മാമയെ തപ്പുന്ന സമയത്ത് പെട്ടെന്ന് ബോഡിയുടെ ആ ഒരു അലർച്ച കേട്ട് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ആ ഒരു ബാത്റൂമിലാണ്. ബാത്റൂമിലെ കിണറ്റിലൊരു കാര്യം കണ്ട് അവൻ അലറിക്കരഞ്ഞ്. എന്താ കണ്ടത്? ഉമ്മാമയുടെ മൃതദേഹം. അവളും ആകെ ഞെട്ടിപ്പോവാണ്. പിന്നീട് ഉസ്താദും ബാക്കിയുള്ള അയൽവാസികളും എല്ലാവരും ഓടി വന്നു. ഉമ്മാമയുടെ ആ ഒരു മൃതദേഹം ഇവരെല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇപ്പൊ എന്ത് ചെയ്യാനാ, ഉപ്പയെ ഒരു രീതിയിലും ഇവരെ അറിയിക്കാൻ കഴിയില്ല, ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നീട് ഉസ്താദിന്റെയും നാട്ടുകാരുടെയും സഹായത്തോട് കൂടിയിട്ട് ഉമ്മാമയുടെ ആ ഒരു മൃതദേഹം അവിടെ അടക്കം ചെയ്യാണ്. അങ്ങനെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കാര്യം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ബോണ്ടി വല്ലാതെ ഷോക്കായി പോയിട്ടുണ്ട് കേട്ടോ. പനിയും പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്താത്തിയും അതുപോലെ തന്നെ ഇക്കാക്കിയും, അതായത് റീനിയും ടോണിയും കൂടെ രണ്ടുപേരും അവനെ നന്നായിട്ട് നോക്കുകയാണ്. അവൻ ഉറങ്ങിയതിനു ശേഷം ഇനി എന്തായാലും ഉമ്മാമയുടെ ആ ഒരു വീൽ ചെയർ ആവശ്യമില്ലല്ലോ, അത് അവരുടെ റൂമിൽ തന്നെ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ വെച്ച് റീനുവിന് ഒരു കത്ത് കിട്ടുന്നുണ്ട്. അവരുടെ ഉമ്മാമ ആർക്കോ വേണ്ടി എഴുതിയതായിരുന്നു കേട്ടോ. അതിൽ ചില കാര്യങ്ങൾ അവൾക്ക് സ്ട്രൈക്കായി തോന്നിയത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹേന്ദ്രയെ കാണുന്നുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകണം, നീ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ചോദിക്കുകയാണ്. ഹേന്ദ്ര ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് രണ്ടുപേരും ബൈക്കിൽ നേരെ ടൗണിലുള്ള ഒരാളെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്, കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെയൊക്കെ തോന്നും. ബോധി എന്ന അയാളുടെ പേര്. ഇയാൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ എന്റെ ഉമ്മാമ നിങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, അതിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബോധി ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി എഴുതിയ ആ ഒരു കത്ത് നിങ്ങൾ എങ്ങനെയാ വായിച്ചു നോക്കുക? അവള് തലയും താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉള്ളിലേക്ക് വന്നു പറഞ്ഞിട്ട് അയാളെ കത്തും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. ഇതിനുശേഷം ഈ ബോധി പറയുന്നുണ്ട്, ഞാനും നിങ്ങളുടെ ഉമ്മാമയൊക്കെ ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഉള്ളത് പറയാലോ, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതിലാണ് നിങ്ങളുടെ ഉപ്പയുണ്ടായത്, അതായത് ഹൈദർ വളർന്നു വലുതായ സമയത്ത് നിങ്ങളുടെ ഉമ്മ മവാനി ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഉമ്മാമ അതിനെ എതിർക്കേണ്ടായി. കാരണം എന്താ വെച്ചാല് അവൾ മീഡിയ അതുപോലെ പാട്ട് ആ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും ലാസ്റ്റ് ഹൈദർ മവാനിയെ കെട്ട് തന്നെ ചെയ്തു. അതിനുശേഷം അവർ ഭയങ്കര വഴക്കിലൊക്കെ ആയിരുന്നു. എന്നാൽ റീന് പറയാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഉമ്മാമയും അതുപോലെ തന്നെ ഉമ്മയും തമ്മിൽ വഴക്കിടുന്നത്. ഇപ്പൊ ബോധി പറയാണ്, അത് പിന്നെ നീ ജനിക്കുന്നതിന് മുന്നേ ആയിരുന്നു അവർക്കിടയിൽ ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. നീ ജനിച്ചതിന് ശേഷം ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം മവാനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നായിരുന്നു ആദ്യം എല്ലാവരും വിചാരിച്ചത്. അതൊരു കാരണമായിരുന്നു നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മാക്ക് നിങ്ങളുടെ ഉമ്മയോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം. പക്ഷേ നീ ജനിച്ചതോട് കൂടിയിട്ട് എല്ലാം ഓക്കെ ആയിട്ടോ. എന്ന് അവിടെ നിന്നല്ല പ്രശ്നം ആരംഭിച്ചത്. എന്നു മുതലാണോ നിങ്ങളുടെ ഉമ്മ മവാനി ഒരു പ്രശ്നവും ഇല്ലാതെ കിടപ്പിലായത്? അതിനുശേഷമാണ് നിങ്ങളുടെ ഉമ്മാമാക്ക് നിങ്ങളുടെ ഉമ്മയുടെ ദേഹത്തൊരു സംശയം കുടുങ്ങിയത്. അതായത് സാധാരണ രീതിയിലല്ല അവർക്ക് ആ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായത്, അതായത് നിങ്ങൾ ഉണ്ടായത്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല.
മാത്രമല്ല അവർ പ്രാർത്ഥിച്ചത് ശരിക്കും ഇബിലീസിനോടാണ്. ഇബിലീസോ അതെന്താ, അത് ഈ ചെകുത്താനെ പോലെ തന്നെയുള്ള മറ്റൊരു ശക്തിയാണ്, ഒരു പിശാചാണ്. എന്നിതെല്ലാം കേട്ട സമയത്ത് നമ്മുടെ റീനു കിടന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ദേഷ്യം വന്ന ബോധി പറയാണ്, അവിടെ കിടന്ന് ചിരിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും കാര്യങ്ങൾ പതിയെ പതിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എഴുതിയൊരു ബുക്ക് ഉണ്ട്, അതെന്തായാലും കയ്യിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അത് ഇവർക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല ഒരേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ 4 പേരും 4 മക്കളും എപ്പോഴും ഒരുമിച്ച് നിൽക്കുക. ഒരു പൈശാചിക ശക്തിക്കും നിങ്ങളെ പിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവർ പോകാൻ നിൽക്കുകയാണ്. പോകുന്ന സമയത്ത് തന്നെ ഈ ഒരു ഹേന്ദ്ര ഉണ്ടല്ലോ, ഉസ്താദിന്റെ മകൻ, അവന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ബോധിക്ക് കൊടുക്കണം. എന്തെങ്കിലും ആവശ്യങ്ങളോ അപ്ഡേറ്റോ ഉണ്ടെങ്കിൽ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രാത്രിയായിട്ടോ ഈ ബോണ്ടി അതുപോലെ തന്നെ ഇയാൻ രണ്ടുപേരും ഒരു മുറിയിലാണല്ലോ കിടക്കുന്നത്. ബോണ്ടി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ എന്തൊക്കെയോ പെച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എന്റെ അനിയൻ ഇയാന് എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ അവന് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് ഇയാൻ ആകെ പേടി വരുന്നുണ്ട് കേട്ടോ. തലയിൽ പുതപ്പ് മൂടി അവൻ അങ്ങനെ കിടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ ബോണ്ടി നല്ല ഉറക്കത്തിലാണ്. എല്ലാം തോന്നലായിരിക്കുമെന്ന് ഇയാൻ കരുതിയിട്ട് അവനങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഈ ബോണ്ടി വന്ന് നിൽക്കുകയാണ് വല്ലാത്തൊരു ഭാവത്തില്. പിന്നീട് ബോണ്ടി പോയിട്ട് പതിയെ ഒരു ബെഡിൽ തന്നെ കിടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു. എന്തൊക്കെ ചെയ്തിട്ടും ഇയാൻ ഉറക്കം വരുന്നില്ല. അതിന്റെ പുറമെ മൂത്രം ഒഴിക്കാനും വിട്ടുന്നുണ്ട്. ബോണ്ടിയെ വിളിച്ചിട്ടുണ്ട് അറിയുന്നത്. അതുകൊണ്ട് ഇയാൻ ഒറ്റയ്ക്ക് തന്നെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. പാവ ആ ഒരു കുട്ടി നല്ല പേടിച്ചാട്ടോ പോകുന്നത്. പോകുന്ന വഴിയിൽ വാതിലിനരികിൽ വെച്ച് ആരൊരാൾ നിൽക്കുന്നുണ്ട്. അവനെ വിളിക്കുകയാണ്, വാ മോനെ എന്ന് പറഞ്ഞിട്ട്. ചെറിയ കുട്ടിയല്ലേ, പേടിച്ചരണ്ട് പോവാണ്. തിരിച്ചോടുന്ന സമയത്ത് ഒരു ഹുക്കില് അവന്റെ ഷർട്ട് കൊളത്തി പോവാണ്. അവന് മുന്നോട്ടേക്ക് ഓടാൻ പറ്റുന്നില്ല. ഇതേ സമയത്തിന് ആ ഒരു വാതിൽ പയ്യെ തുറന്നു വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും 2 കൈകൾ അങ്ങനെ വരികയാണ്. ചെറുക്കനെ പേടിച്ചിട്ട് ഒന്നും നിലവിളിക്കാൻ വരെ കഴിയുന്നില്ല. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ റീനു വന്ന് നോക്കുമ്പോൾ അനിയനെ, അതായത് ഇയാനെ കാണുന്നില്ല. ടോണി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടുപേരും മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുകയാണ്. ഇതേ സമയത്തിന് റീനുവിന് ഒരു സംശയം. അടുക്കള ഭാഗത്ത് ആ ഒരു പെട്ടി കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് തുറന്നു നോക്കാന്ന് കരുതിയിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അവൻ ഉണ്ടായിരുന്നു. കാരണം ഈ പെട്ടിയിൽ ഇറങ്ങി അവൻ ഇടക്കിടക്ക് കളിക്കാറുണ്ട്. അവൻ എന്തെങ്കിലും പറ്റിയെന്ന് കരുതിയിട്ട് കുറച്ചേരം ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. അവൻ ഉറക്കത്തിലായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, വേഗം അവൻ എടുത്തു കൊണ്ടുപോകണം. എന്നിട്ട് പറയാണ്, നിനക്ക് പേടിയോ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നി എന്റെ അടുത്ത് വന്ന് കിടക്കണ്ടേ. ഇപ്പൊ അവനും പറയുന്നുണ്ട്, ആ ചേച്ചി ഇനി അടുത്ത തവണ ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് കിടന്നോളാം. പിന്നീട് ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്ത് റീനുവിന്റെ അടുത്തേക്ക് ആ ഒരു ബോധി കൊടുത്ത ആ ഒരു ബുക്ക് ഉണ്ടല്ലോ അതുമായിട്ട് ടോണി വരികയാണ്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവള് കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ നീ ഇത് വായിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയണം. എന്നാൽ ടോണി പറയണം, എനിക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ട്, ഞാൻ ഇത് വായിച്ചു നോക്കി എന്ന് പറയണം. അതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. അതായത് ഒരു കൾട്ട് ഗ്രൂപ്പ്, ഒരു സാത്താൻ സേവക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവും. പക്ഷേ ആ സ്ത്രീക്ക് ഉണ്ടാവുന്ന അവസാനത്തെ കുഞ്ഞിന് 7 വയസ്സാകുന്ന സമയത്ത് ആ ഗ്രൂപ്പിന് ഈ കുഞ്ഞിനെ കൊടുക്കണം. ആ കുഞ്ഞിനെ അവര് ബലി കഴിപ്പിക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ, എന്റെ ഒരു സംശയമാണ്, നമ്മുടെ ഉമ്മ അതുപോലെ ചെയ്തു എന്ന് വിചാരിക്കാം. ആദ്യം നീ ഉണ്ടായി, ഒരിക്കലും നിന്നെ ആ ഒരു ഗ്രൂപ്പിന് ഉമ്മ കൊടുക്കില്ല, കാരണം നിന്നെ അത്ര ഇഷ്ടപ്പെട്ടുണ്ടായതാണ്. രണ്ടാമത് ഞാനുണ്ടായി, പക്ഷേ ഉമ്മക്ക് എന്നെയും കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. 7 വയസ്സാകുമ്പോഴാണല്ലോ കുട്ടികളെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഉമ്മ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം നൽകി. നമ്മുടെ ബോണ്ടി, അവനെയും കൊടുക്കാനായിട്ട് ഉമ്മക്ക് മനസ്സില്ലായിരുന്നു. അതുപോലെ തന്നെ ബോണ്ടിയുടെ കാര്യം വന്നപ്പോൾ അവനെയും കൊടുക്കാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ഇയാന് ജന്മം നൽകിയത്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാ തോന്നുന്നു ഉമ്മാക്ക് പെട്ടെന്ന് വയ്യാതായതും കിടപ്പിലായതും. ഇതെല്ലാം കേട്ട സമയത്ത് റേനി ചോദിക്കുകയാണ്, നീ എന്താണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മുടെ ഉമ്മയോ, ഒന്ന് പോടാ അവിടുന്ന് എന്ന്. ഈ സമയത്താണ് നമ്മുടെ ടോണി ഒരു കാര്യം പറയുന്നത്. ഞാൻ ഉമ്മയുടെ കൂടെ പല പ്രോഗ്രാമിനും പോയിട്ടില്ലേ, ആ ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴും പ്രത്യേകിച്ച് ആക്റ്റീവല്ലാത്ത ഒരു 2-3 ആൾക്കാർ എല്ലാ പരിപാടിയിലും ഞാൻ കാണാറുണ്ട്. ഞാൻ അവരെ ശ്രദ്ധിക്കാനും തുടങ്ങി. ഉമ്മയോട് അവരാരാണെന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴായിട്ട് ഉമ്മ ഒഴിഞ്ഞു മാറുക ചെയ്തു. അപ്പൊ അതിന്റെ ആ ഒരു ആൽബവും കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോരുത്തരെയായിട്ട് ഇപ്പൊ ടോണി തൊട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇവര് വരും, ഒന്നും മിണ്ടാതെ ഒരു മൂലക്കങ്ങനെ നിൽക്കും. എന്തോ ഒരു ദുരൂഹത കാണുമ്പോൾ തന്നെ തോന്നും. ഇന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത് റീനി പറയണേ, എടാ ഇതൊക്കെ നിന്റെ ഒരു തോന്നലാണ്, ഞാൻ അടുക്കളയിൽ പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവളുടെ പിന്നിലേക്ക് ഇവരുടെ ഉമ്മാമയുടെ ആ ഒരു വീൽ ചെയർ വന്ന് നിൽക്കുകയാണ്. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് റീനുവിന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഉമ്മാമയുടെ ആ ഒരു പ്രതിബിംബം അവൾ കാണുന്നുണ്ട്. ആകെ പേടിച്ചു പോയിട്ട് ഹേന്ദ്രയുടെ ഉപ്പയുണ്ടല്ലോ ആ ഉസ്താദിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. ഉസ്താദ് വന്ന് എല്ലാ റൂമിലും ഒന്ന് നോക്കിയിട്ട് പിള്ളേരെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പിള്ളേരെ, ഈ ആത്മാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സാന്നിധ്യമാണ്, നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എല്ലാം മനസ്സിന്റെ ഒരു ധൈര്യമാണ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റീനു ഓർക്കും ആരും പ്രാർത്ഥിക്കാറൊന്നുമില്ല. സോ നല്ല രീതിയിൽ നല്ല മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഉസ്താദ് അവിടെ നിന്ന് പോവാണ്. എന്തായാലും ഉസ്താദ് പറഞ്ഞല്ലേ പ്രാർത്ഥന തുടങ്ങാന്ന് വിചാരിച്ചു. അതായത് നിസ്കാരം മുസ്ലിംസിന്റെ ഒരു പ്രാർത്ഥനാ രീതിയാണ്. അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചു. അവള് പോയിട്ട് അതിന് മുന്നേ ആയിട്ടുള്ള ആ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യാണ്. കൈകാലുകളൊക്കെ കഴുകുക, അതായത് ഒന്നു കൊടുക്കുക എന്ന് പറയും. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനലിനരികിൽ നിന്നും ഒരാൾ അവളെ നോക്കുന്നതായിട്ട് അവ്യക്തമായിട്ടുള്ള ആ ഒരു രൂപത്തെ അവൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും മനസ്സിന് ധൈര്യം വെച്ചുകൊണ്ട് അവളെ നിസ്കരിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞൊരു കാര്യം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. നല്ല മനസാന്നിധ്യം ഇല്ലാതെയാണ് നീ നിസ്കരിക്കാൻ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നരികിലേക്ക് ജിന്ന് വരും. ആ ജിന്ന് വന്ന് നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്തായാലും മനസാന്നിധ്യത്തോട് കൂടിയിട്ട് അവള് പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതിന്റെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അവളുടെ തൊട്ട് പിന്നിൽ തന്നെ ഒരാൾ വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു വല്ലാത്ത രൂപം. ഇതേ സമയത്ത് തന്നെ ഇയാനെ നോക്കുകയാണെങ്കിൽ അവൻ എത്ര
എത്ര കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല. എന്നാൽ ബോണ്ടി ആണെങ്കിൽ ഈ ഇടയായിട്ട് ഭയങ്കര ഉറക്കാണ്. അവനിങ്ങനെ നോക്കുമ്പോൾ ബോണ്ടിയുടെ തലയുടെ അരികിലേക്ക് വന്നിട്ട് ഇവന്റെ ഉമ്മാമയുണ്ടല്ലോ എന്തൊക്കെയോ കാര്യങ്ങൾ കുശു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാനെ കൊല്ലാൻ വേണ്ടി പറയാണ് ബോണ്ടിയോട്. മാത്രല്ല എത്രത്തോളം മനസ്സാന്നിധ്യത്തിൽ അവൾ നിസ്കരിച്ചിട്ടും അവളുടെ തൊട്ട് പിന്നിൽ തന്നെ ആ ഒരു രൂപമുണ്ട് കേട്ടോ. ഭയന്ന് വിറച്ചുകൊണ്ടാണ് ആ ഒരു പ്രാർത്ഥന അവൾ കംപ്ലീറ്റ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഇടുന്ന ഒരു വെള്ള ഗൗൺ ഉണ്ട്, അത് അവൾ ഊരാൻ നിൽക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് 2 കൈകൾ അങ്ങനെ വരികയാണ്. അവൾക്ക് ആ ഒരു വസ്ത്രം എത്ര തന്നെ ഊരിയിട്ടും അത് ഊരാൻ കിട്ടുന്നില്ല. നിലവിളിച്ച് ആകെ കൂടി ഒച്ചപ്പാടും ബഹളവും ആക്കിയിട്ട് ഒരു വിധത്തില് അവളത് ഊരി മാറ്റാണ്. നോക്കുമ്പോ എന്താ അതിന്റെ ഉള്ളിൽ ഒരു രൂപം വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, 2 ചെറുക്കന്മാരെയും തൂക്കിയെടുത്തോണ്ട് റീനു ടോണി അവരിവിടെ ഓട്ടുകയാണ് നേരെ ഉസ്താദിന്റെ വീട്ടിലേക്ക്. ഉസ്താദെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്നേ ദിവസം രാത്രി ഇവരെല്ലാവരും അവിടെ നിൽക്കുകയാണ് ഭയന്ന് വിറച്ചുകൊണ്ട്. ആ 4 കുട്ടികൾ തുണയ്ക്കായിട്ട് ആരുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, ഉമ്മാമയില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ടോണി ആണെങ്കിൽ ബോധി കൊടുത്ത ആ ഒരു പുസ്തകം നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അതായത് ഇതുപോലുള്ള ശക്തികളെ നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല. മാത്രമല്ല അവർ അവസാനത്ത് ആ ഒരു കുഞ്ഞിനെ തേടി വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ ഒരു കുഞ്ഞിനെ കൊടുക്കാതിരുന്നാൽ മതി, നമ്മൾ അതിനുള്ള സമ്മതം കൊടുക്കാതിരുന്നാൽ മതി. പെട്ടെന്നൊരു കോള് വരികയാണ്. അതായത് കോള് വന്നത് നമ്മുടെ ഹേന്ദ്രയ്ക്കാണ്. വിളിച്ചത് മറ്റാരുമല്ല, ആ ഒരു ബോധിയായിരുന്നു. ബോധിക്ക് ഇവൻ നമ്പർ കൊടുത്തായിരുന്നല്ലോ. ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഹേന്ദ്ര ഇപ്പൊ വേഗം ടൗണിലേക്ക് ചെല്ലുകയാണ്. എന്തായാലും സൂക്ഷിച്ചിട്ട് പോയിട്ട് വന്ന് ഈ റീനു പറയാണ്. ഇതേ സമയത്ത് ടോണി റീനുവോട് മറ്റൊരു കാര്യം പറയാണ്. റീനു, ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ നീ അത് വേറൊരു രീതിയിൽ എടുക്കരുത്. അതായത് കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ത്രീക്ക് എങ്ങനെയാണ് കൾട്ട് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? അതായത് നമ്മുടെ ഉമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിന് കാരണം ചിലപ്പോ ഉപ്പയായിരിക്കില്ലേ? അതുകൊണ്ട് ഉമ്മ പല തവണയായിട്ട് പ്രഗ്നന്റ് ആയിരിക്കുക ആ കൾട്ട് ഗ്രൂപ്പിലെ തന്നെ പല ആൾക്കാർ വഴിയായിരിക്കണം. ഇത് കേട്ടപ്പോൾ റീനു പറയണ, ടോണി നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ ഉമ്മ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ടോണി പറയാണ്, റീനു നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ 4 പിള്ളേരും 4 മുഖമാണ്, നമുക്ക് വ്യത്യസ്ത ഫേസ് ആണ്. അതിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ നമ്മൾ 4 പേരും 4 ആൾക്കാരുടെ മക്കളാണെന്ന്? എന്നത് ഒരിക്കലും റീനുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ അതൊക്കെ പല കുടുംബത്തിലും അങ്ങനെ തന്നെയല്ലേ? അതല്ല ചേച്ചി, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഉമ്മയുടെ കൂടെ പലതവണ കണ്ട ആൾക്കാർ, ആ ഒരു കൾട്ട് ഗ്രൂപ്പ്, എനിക്ക് ഉറപ്പാണ് അത് അവര് തന്നെയാണ്. പക്ഷെ ടോണി അക്സെപ്റ്റ് ചെയ്ത ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ റീനുവിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരോടൊരു കാര്യം പറയണം. മക്കളെ, നിങ്ങളുടെ വീട്ടിൽ അനിഷ്ട സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചില എന്തോ ശക്തികൾ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എല്ലാവരെയും കൂടി ചെന്ന് അവിടെ വെച്ചൊരു പ്രാർത്ഥന നടത്താന്ന് പറയണം. ഇപ്പോൾ റീനു അതുപോലെ ഉസ്താദ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇയാന്. അവനതങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുമ്പോൾ അവന്റെ ബേക്കിലായിട്ട് ബോണ്ടി ഇരിക്കുന്നുണ്ട് ഒരു വല്ലാത്ത ഭാവത്തിൽ. ബോണ്ടിയുടെ അടുത്ത് തന്നെ കുറച്ചധികം പഴങ്ങളും അതിന്റെ കൂടെ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി ഇപ്പോൾ അവന്റെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന റീനു ഇത് കാണുന്നുണ്ട്. എന്തിനാ അനാവശ്യമായിട്ട് ഇതിലൊക്കെ കളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതായത് ബോണ്ടിയുടെ തലയിലേക്ക് അവന്റെ ഉമ്മാമ, അതായത് ഉപ്പയുടെ ഉമ്മ വന്നിട്ട് ഇപ്പൊ മരിച്ചുപോയില്ലേ, അവര് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയാണ് ഇയാനെ കൊല്ലുന്ന്. അങ്ങനെ പറഞ്ഞ് അവന്റെ ശരീരം തന്നെ അതിനോടായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹേന്ദ്ര ആ ഒരു ബോധിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നല്ലോ. എന്ന് ഇയാള് ശരിക്കും വിളിച്ചത് റീനുവിനെ ആയിരുന്നു. അവൾ എവിടെയും ചോദിച്ചപ്പോൾ അവള് കുറച്ച് തിരക്കിലാണ്, എന്താ കാര്യം എന്ന് പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ ഈ ഒരു ബോധി ഒരു ലെറ്റർ ഇവന് കൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, അത് ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നീട് ആ ഒരു കത്തുമായിട്ട് ഇപ്പൊ നമ്മുടെ ഹേന്ദ്ര ഇവിടുന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോ ഈ ബോധിയുടെ വീടുണ്ടല്ലോ, ആ വീടിന്റെ വാതിൽക്കൽ ആരോ വന്ന് തട്ടുകയാണ് കേട്ടോ. എന്തോ ഒരു പന്തികേട് ബോധിക്ക് തോന്നിട്ട് ആരാണ് ചോദിക്കുന്നുണ്ട്, മര്യാദക്ക് തുറക്കെന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് ആരോ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ ബോധി കൊടുത്ത ആ ഒരു കത്തുമായിട്ട് ഹേന്ദ്ര പോകുന്നുണ്ടല്ലോ, ബൈക്കിലാ പോകുന്നത്. പെട്ടെന്ന് അവന്റെ പുറകെ ആരൊരാൾ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുക. അതൊരു തോന്നലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ മുന്നിൽ ഒരു വലിയ ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയുടെ അടിയിൽ പാവം നമ്മുടെ ഹേന്ദ്ര ചെന്ന് വീഴുകയാണ്. അതിക്രൂരമായിട്ട് എന്ന് വെച്ചാൽ ബ്രൂട്ടലായിട്ട് ആ ഒരു ലോറിയുടെ അടിഭാഗത്ത് അവന്റെ ശരീരം കുടുങ്ങി, മുഖക്കാണെങ്കിൽ റോഡിലൂടെ ഒരഞ്ഞൊരഞ്ഞ് പകുതിയും ഒരഞ്ഞ് തീർന്നു പോവാണ്. അത്രയും കഷ്ടപ്പെട്ട് ഹേന്ദ്ര അവിടെ വെച്ച് ക്രൂരമായിട്ട് മരണപ്പെട്ടു. അവന്റെ ആ ഒരു ബോഡിയുമായിട്ട് ഉസ്താദിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഉസ്താദ് ആകെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അവന്റെ ആ ഒരു ബോഡി ഉള്ളിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവന്റെ കീശയിൽ നിന്നും ആ ലെറ്റർ വീഴുകയാണ്. അതിപ്പോ റീനു കാണുന്നുണ്ട്. അവൾ അതെടുത്ത് ഇപ്പൊ കയ്യിൽ വെക്കുന്നുണ്ട്. പാവം ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വന്ന നമ്മുടെ ഹേന്ദ്ര അവനിപ്പോ മരണപ്പെട്ടിരിക്കുകയാണ്. അവന്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ രാത്രിയാണ്. രാത്രി ഉസ്താദിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആരോടൊന്നും മിണ്ടാതൊരു ഭാഗത്ത് പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ മനുഷ്യനാകെ തളർന്നു പോയിട്ടുണ്ട്. എന്നാ നമ്മുടെ റീനു പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഷോപ്പറമിന്റെ ഒരു ഭാഗത്തായിട്ട് ഹേന്ദ്ര വന്ന് നിൽക്കുന്നതായിട്ട് അവൾ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ അവൾ ആ ഒരു ജനാല അടയ്ക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോ എന്തെന്നറിയില്ല എന്തോ ഒന്ന് അവളുടെ കയ്യിൽ ബലമായിട്ട് പിടിക്കുകയാണ്. വലിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇവളുടെ ഈ കരച്ചിൽ ഇതൊക്കെ കേട്ട് ടോണി ഓടി വരികയാണ്. ടോണിയും രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഇവരുടെ ആ ഒരു കൈയൊക്കെ വലിച്ചെടുത്ത് ഇവരെല്ലാവരും നിലവിളിച്ച് വാതിലുടെ ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്കുണ്ട് ഒരാൾ വന്നു നിൽക്കുന്നത്. നോക്കുമ്പോൾ ആരാണ്? ഇവരുടെ ഒപ്പയായിട്ടുള്ള ഹൈദർ. ഇപ്പൊ ഹൈദർ പറയണ, മക്കളെ നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ വീട്ടിലേക്ക്
അടുത്തേക്ക് ചെന്നപ്പോ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ. പിള്ളേര് വിടുവോ? ബാപ്പയെ കണ്ടതാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ പോകുന്നിട്ട് ഹൈദർ പിള്ളേരെയും കൂട്ടി വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തിയ സമയത്താണ് ഹൈദർ എല്ലാ വിവരങ്ങളും അറിയുന്നത്. ആ മനുഷ്യനാകെ ഷോക്കായി പോയി നിന്ന് കരയാൻ തുടങ്ങുകയാണ്. കാരണം ഹൈദറിന്റെ ഉമ്മ മരിച്ചു. ആ കാര്യം അവന് അറിയാൻ പറ്റിയില്ല. മക്കള് ഇവിടെ കിടന്ന് ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുകയായിരുന്നു. മക്കൾ ഇവിടെ ഒറ്റയ്ക്കാകി പോയത് മഹാ അബദ്ധമായിരുന്നു എന്ന് ഹൈദറിന് മനസ്സിലായി. അങ്ങനെ അന്ന് രാത്രി ഹൈദറിന്റെ അടുത്തേക്ക് റീനു വന്ന് ചോദിക്കുന്നുണ്ട്, ഉപ്പ അന്ന് ഉമ്മ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ, അതെന്തോ ഉപ്പ, നിങ്ങൾ എന്തെങ്കിലും മറക്കുന്നുണ്ടെന്ന് നോക്കുമ്പോൾ ഹൈദർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും മറക്കുന്നൊന്നുമില്ലായിരുന്നു. മക്കളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ അങ്ങനെ സംസാരിക്കായിരുന്നു, അല്ലാതെ വേറൊന്നുമില്ല. മാത്രമല്ല നമ്മൾ ഇനി ഈ ഒരു വീട്ടിൽ നിൽക്കുന്നില്ല. എല്ലാ സാധനം പാക്ക് ചെയ്തിട്ട് നാളെ വൈകുന്നേരം തന്നെ ഇവിടുന്ന് പോവാണ്. നമ്മൾ എല്ലാം പാക്ക് ചെയ്യാനായിട്ട് റീനുവിനോട് പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാവരോടും ഒരുമിച്ച് നിൽക്കാനും പറയാണ്. ഇപ്പൊ ചെറിയ ചെക്കൻ ഇയാനെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കൂട്ടിനായിട്ട് ടോണി പോവാണ്. എന്നാൽ ബാത്റൂമിൽ കയറി ഉടനെ തന്നെ, അതായത് ഇയാൻ കയറി ഉടനെ തന്നെ ആ ഒരു വാതിൽ അടഞ്ഞു പോവാണ്. ടോണി ഇപ്പൊ ആ ഒരു വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തുറക്കുന്നില്ല. അവന്റെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ഹൈദറും റീനും എല്ലാവരും ഓടി വന്നു. അവസാനം വാതിൽ ചവിട്ടി പൊളിക്കുകയാണ്. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അതിലെന്തോ കിടന്ന് പിടക്കുന്നതായിട്ട് ഇവർ കണ്ടു. അത് ഇയാൻ തന്നെയാണ്. ഹൈദർ ഒന്നും നോക്കിയില്ല, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എങ്ങനെയൊക്കെയോ അവനെ രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പൊ അതിൽ ആ ഒരു കയറൊക്കെ പിടിച്ചിട്ട് റീനുവും ടോണിയും കൂടെ അവരുടെ ഉപ്പാനെ വലിച്ചു കയറ്റുന്നുണ്ട്. എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെ മറ്റെന്തോ കൂടെ പതിയെ പതിയെ കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവര് കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ ഇയാനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവർ നേരെ വീട്ടിന്റെ ഹാളിലേക്ക് വന്നപ്പോ വീടിന്റെ പിറകിലായിട്ട് ആ ശവപ്പറമ്പിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് പിന്നെ ദേഷ്യം വരികയാണ് റീനുവിന്. നിങ്ങളെ കാരാടാ, ആ ഒരു കൾട്ട് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരല്ലേ, ഇങ്ങോട്ടേക്ക് വരണ്ട, എന്റെ അനിയനെ തരില്ല എന്ന് തന്നെ പറയണം അവള്. അതായത് കോട്ടും സ്യൂട്ടെല്ലാം ഇട്ടുകൊണ്ട് കൊടയും പിടിച്ചുകൊണ്ട് ആ ഒരു മഴയത്ത് ഒരുപാട് ആൾക്കാർ. അവള് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാവരും അവളെ പിടിച്ചു വെക്കുകയാണ്. മോളെ ഉള്ളിലേക്ക് വന്നു പറഞ്ഞിട്ട് എല്ലാ ഡോറും ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇവർ ഉള്ളിലേക്ക് വന്ന സമയത്ത് അവിടെ മുത്തശ്ശിയുടെ ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നില്ലേ, അത് ഇവർക്ക് നേരെ ഒരേറ്റ ഏറിയാണ്. എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതിനുശേഷം ഇവർ രണ്ടായിട്ട് പിരിഞ്ഞു പോവാണ്. ബോധിയും ഇയാനും കൂടെ ഒരു ഭാഗത്ത്, അതുപോലെ റീനും ടോണിയും പിന്നെ ഹൈദറും കൂടെ ഒരു മുറിയിൽ അവരവിടെ പെട്ടുപോകുന്നുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ആ ഒരു വാതിൽ തുറന്ന് പുറത്തുണ്ടായിരുന്ന ആ ഒരു ശക്തി, അത് ആ ഒരു മുത്തശ്ശിയുടെ ശക്തിയാവുന്നു, ആ ഒരു ആത്മാവ് തോന്നുന്നു നമ്മുടെ ഇയാനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതേ സമയത്ത് സംസാരിക്കാൻ കഴിയാത്ത ഇയാൻ ബോധി രക്ഷിക്കുമെന്ന് ചെറിയ എന്തോ പറയുന്നുണ്ട്. ഇനിയിപ്പോ ബോധിക്ക് തോന്നി അത് അവന്റെ തോന്നലായിരിക്കുമെന്ന്. ബോധിയാണെങ്കിലോ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചകനിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അനിയനോടുള്ള ആ ഒരു സ്നേഹം കാരണം ബോണ്ടി ചെന്നിട്ട് ഇയാനെ വേഗം പിടിച്ച് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും ആ ഒരു വാതിൽ അടഞ്ഞുപോയി. മുത്തശ്ശിയുടെ ആത്മാവ് അടന്നു പോവാണ്. പെട്ടെന്ന് തന്നെ ഹൈദർ അങ്ങോട്ടേക്ക് വന്നു. പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ ആ ഒരു റൂമിൽ ലോക്കായി പോയിട്ടുണ്ടായിരുന്നു, അത് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കാലി കയറിയ ഹൈദർ ആണെങ്കിൽ പുറത്തേക്ക് പാഞ്ഞു വരികയാണ്. ഒരു കത്തി എടുത്തിട്ട്, ഒരുത്തൻ എന്റെ വീട്ടിലേക്ക് വന്നു പോരുത്, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മക്കളെ തൊട്ടാല് ഒന്നിനും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൊലവിളി നടത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ ടോണി വന്ന് ഹൈദറിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് ശേഷം ആ വന്ന കൾട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്, അതെല്ലാം അവിടെ വിതറിയിടുകയാണ്, കൈ കഴുകുകയാണ്. അവരവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പോ അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്ന ഹൈദർ മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയാണ്, നമ്മൾ നാളെ തന്നെ ഇവിടുന്ന് പോകും, നമ്മളെ കൂട്ടാനായിട്ട് ഒരു കാറ് വരുന്നുണ്ട്. സോ പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാവരും വസ്തുക്കളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ റീനുവിനെയും ടോണിനെയും വിളിച്ചിട്ട് ഹൈദർ പറയാണ്, നിങ്ങളൊരു കാര്യം സർപ്രൈസ് ആക്കി വെക്കണം. നമ്മൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് നേരെ ടൗണത്തെ ഒരു ഫ്ലാറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി 12 മണിയായാലും നമ്മുടെ ഇയാന്റെ 7ാമത്തെ വയസ്സാണെന്ന് പൂർത്തിയാവുന്നത്. അത് അവനറിയാതെ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു സെലിബ്രേഷൻ അത് നടത്താൻ വേണ്ടി പോവാണ്. അവനോട് പറയരുത് കേട്ടോ. അങ്ങനെ ഇവരുടെ ആ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴും ആ ഒരു ഉസ്താദ് വരുന്നവരോട് കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു. ഇവരാണെങ്കിൽ കുറെ നേരമായിട്ട് ആ ഒരു കാറും കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായി, പിന്നെ സന്ധ്യാസമയമായി, കാറ് വന്നില്ല. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, വല്ല ടയറോ കാര്യങ്ങളോ പഞ്ചറായിട്ടുണ്ടാവും. എന്തായാലും ഓക്കെ, നാളെ പോവാന്ന് ഇവർ തീരുമാനിച്ചു. അതേ സമയത്തിന് ഉസ്താദ് പറയണേ, എന്നാ പിന്നെ നിങ്ങളുടെ കൂടെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓ അതിനെന്താന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ ഉസ്താദ് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവരെല്ലാവരും 12 മണിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 12 മണിയായാൽ ഇയാന്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്, അത് ആഘോഷിക്കാലോ. പക്ഷെ ഇനിയും കുറെ നേരമുണ്ട്, ഇപ്പൊ സന്ധ്യാസമയം ആയിട്ടേ ഉള്ളൂ. അപ്പൊ കുറച്ചു നേരം ഒന്ന് പോയി കിടക്കാന്ന് കരുതിയിട്ട് ടോണി അതുപോലെ തന്നെ റീനു രണ്ടുപേരുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്താണ് റീനുവിന് അന്ന് ആക്സിഡന്റ് ആയിട്ട് ഹേന്ദ്ര ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ലെറ്റർ കിട്ടിയില്ലേ, അത് ചുമ്മാ അവള് വായിച്ചു നോക്കുന്നത്. അത് വായിച്ചപ്പോൾ അവള് വല്ലാതെ ഞെട്ടിപ്പോയി. വേഗം തന്നെ ആ ഒരു കത്തുമായിട്ട് നമ്മുടെ ടോണിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അവള് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ഒരു കൾട്ട് ഗ്രൂപ്പ് അവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഇയാനാണല്ലോ അവസാനത്തെ മകൻ, അവന് 7 വയസ്സ് തികയാൻ വേണ്ട, അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കൾട്ട് ഗ്രൂപ്പ് വരികയാണ്. പക്ഷെ അവന് ബലി കൊടുക്കാനല്ല, അവനെ ഒരു ഇബിലീസ് ആക്കിയിട്ട് സാത്താനാക്കി മാറ്റി അതിന്റെ ഒരു കുഞ്ഞായിട്ടാണ് അവനെ അവർ കരുതുന്നത്. അവനെ വളർത്തും ഒരു ചെകുത്താനായിട്ട്. നമ്മുടെ ഉമ്മ എങ്ങനെയൊക്കെയോ ഈ ഒരു കാര്യം ചെയ്യുമെന്ന് മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുത്തശ്ശി ആ ഒരു കാര്യത്തെ പരമാവധി തടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഈ കാര്യത്തിലൊക്കെ എനിക്കൊരു സംശയമുണ്ട് എന്ന് ഇപ്പൊ റീനു ടോണിയോട് പറയാണ്. ഇപ്പോഴും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ റീനു ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്നലെ ആ ഒരു കൾട്ട് ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വന്നത് ശരിക്കും അവനെ കൊണ്ടുപോകാനല്ല, ആർക്കോ ഒരു കൂട്ടർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ചെകുത്താന്റെ കുഞ്ഞ് ഇവിടെ ഉണ്ട് എന്ന് പറയാനായിട്ട് അവർ ആ ഒരു സന്ദേശം കൊടുത്തു. അവർ ഇവിടുന്ന് പോയി, അല്ലാതെ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് അവർ വരാൻ പോകുന്നില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കായിരിക്കും അവർ ആ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ടാവുക? എന്തായിരിക്കും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവർക്കൊരു ധാരണയില്ല. എന്നാൽ വീടിന്റെ പുറകിലായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ടു. ഇവര് പതിയെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഇവരുടെ ഉമ്മയുടെ
ആത്മാവ് പതിയെ പതിയെ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇത് കണ്ട റീനു ടോണി രണ്ടുപേരും വിറച്ചു പോയിട്ട് വാതിലടച്ച് കളയുന്നു. അതുപോലെ തന്നെ ഇയാനെ നോക്കുകയാണെങ്കിൽ ഇവിടെ മുതലാണ് കേട്ടോ കഥയുടെ ഗതി മാറുന്നത്. സംസാരിക്കാൻ കഴിയാത്ത ആ ഒരു പയ്യൻ പുറത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബോണ്ടി ചോദിക്കുകയാണ്, ഇയാനെ നീ ആരോടാ സംസാരിക്കുന്നത്? ഞാനിപ്പോ ഈ ബോണ്ടിയോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ കൂട്ടുകാരോടാ സംസാരിക്കുന്നത്. ഇതും പറഞ്ഞ് ഇയാൻ ഒരു പ്രത്യേക ചിരിയും ചിരിച്ച് ഇവനെയും നോക്കിയിട്ട് റൂമിന്റെ പുറത്തേക്ക് പോയി നിൽക്കുകയാണ്. നിങ്ങൾ കരുതിയതുപോലെ ഒരു സാധാരണ കുഞ്ഞല്ല ഈ ഇയാൻ. റിയലി അവൻ ചെകുത്താന്റെ മകൻ തന്നെയാണ്. അത് ഇയാന് മനസ്സിലായി കഴിഞ്ഞു. കാരണം തന്റെ കൂട്ടുകാരോട് ഇയാൻ സംസാരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ബോണ്ടി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കുറച്ചധികം മൃതദേഹങ്ങളായിരുന്നു, ജിന്നുകളായിരുന്നു. ആ കുട്ടിയുടെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ? അതുപോലെ തന്നെ ഹൈദറിനെ നോക്കുകയാണെങ്കിൽ മുറിയിൽ പോയി കിടന്നു. ഭാര്യയുടെ ആ ഒരു കട്ടില കിടക്കുന്നത്. ആ ഒരു മണി കിളുങ്ങുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ ഭാര്യയുടെ മൃതദേഹം അത് പൊതിഞ്ഞു വെച്ച രീതിയിൽ ഇയാൾ ഇറങ്ങി ഓടുകയാണ് അവിടുന്ന്. മാത്രല്ല ആ ഉസ്താദ് ഉണ്ടല്ലോ, അയാളും ഈ ഒരു വീട്ടിൽ തന്നെയാണല്ലോ. ഇയാളും എന്തൊക്കെയോ ശബ്ദം കേട്ട് വാതിലിന്റെ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുപാടധികം മൃതദേഹങ്ങൾ ശവക്കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരികയാണ്. ഇയാളുടെ രണ്ട് ഭാഗത്തും അവിടെ വെച്ച് ഉസ്താദിന്റെ കഴുത്ത് ഇയാളുടെ സ്വന്തം മകന്റെ ആ ഒരു ആത്മാവ് അറുത്ത് കളയാണ് കേട്ടോ. ഇതേ സമയം ഹൈദരാണെങ്കിൽ മക്കളെയും കൂട്ടിയിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ കയറുകയാണ്. എന്നാൽ എല്ലാവരും ഉണ്ട്, ഇയാൻ മാത്രമില്ല. ചോരൊലിപ്പിച്ച് കിടക്കുന്ന ഉസ്താദിനെയും ഇവർ കാണുന്നുണ്ട്. വേഗം തന്നെ ഇവരൊരു ഭാഗത്തേക്ക് ചെന്നിരുന്നല്ലോ. ആ ഒരു റൂമിന്റെ വാതിൽ തുറന്ന് ഇവരിങ്ങനെ നോക്കുമ്പോൾ ഇയാനിപ്പോ ഇവരുടെ ഉമ്മയുടെ, അതായത് മവാനിയുടെ ആ ഒരു ആത്മാവിന്റെ കൂടെ പുറത്തേക്ക് അങ്ങനെ പോവുകയാണ്. എന്നാൽ അവൻ അങ്ങനെ വിടാൻ പറ്റില്ല. രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈദർ നേരെ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആ ശവപ്പറമ്പിൽ നിറയെ പ്രേതങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ അവറ്റകളുടെ മുന്നിലായിട്ട് ഇയാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരെയും ആ ഒരു കൂട്ടത്തിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ ജീവനുള്ള ബോധമുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് ചെല്ലോ. ഇവരെല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ട് വാതിൽ അടച്ചു പിടിക്കുകയാണ്. എന്നാൽ ആ ശവങ്ങൾ മുഴുവനായിട്ടും ഇങ്ങോട്ടേക്ക് വന്ന് ഈ വാതിൽ തല്ലി പൊളിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരെയും ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് വരികയാണ്. ഇവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇയാൻ അതൊരു മനുഷ്യ കുഞ്ഞല്ല, അത് അവനും അറിയാം. സോ ഇത്രയും കാലം മുത്തശ്ശിയുടെ ആത്മാവ് ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ബോധിയെ ഉപദ്രവിക്കുകയായിരുന്നില്ല. അവനോട് പറയാണ്, ഇയാനെ കൊന്നോ. അവനാണ് ഈ വീട്ടിലെ ശാപം. പലതവണ മുത്തശ്ശിയുടെ ആത്മാവ് വന്നിട്ട് അവനെ കൊണ്ടുപോകാൻ നോക്കിയായിരുന്നു. എന്നാൽ ബോണ്ടി തന്നെയാണ് അവനെ രക്ഷപ്പെടുത്തിയതും. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു വാതിലുണ്ടല്ലോ, അത് ഇവരെല്ലാം തള്ളിപ്പിടിക്കുന്നത്, മറ്റാരും അത് തള്ളിപ്പിടിക്കുകയാണ്. ഈ ആത്മാക്കൾക്ക് അത് പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണാടിയിലൂടെ നമ്മുടെ റീന് നോക്കും, അത് മറ്റാരും ആയിരുന്നില്ല, ഇവരുടെ മുത്തശ്ശിയുടെ ആത്മാവാണ്. അത്രയും ആത്മാക്കളെ പ്രതിരോധിച്ചുകൊണ്ട് ഈ വാതിൽ തള്ളിപ്പിടിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് യാതൊരു പിടുത്തവും ഇല്ലാട്ടോ. ഇതേ സമയത്ത് പിൻവാതിൽ തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ആ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ ആ ഒരു പഴയ ബോയ് ഫ്രണ്ട് ബോധി, അയാൾ വരികയാണ്. ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ പിറകിലൊരു വാൻ ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിലേക്ക് പോയി കയറുകയാണ്. ഇതേ സമയത്ത് എല്ലാ ആത്മാക്കളും ഇവരുടെ പിന്നാലെ തന്നെ. എന്നാൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടോ? ഇല്ല. ഒരുമാതിരി ഒരു ടെൻഷൻ ആയിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറയാം. പിന്നെ എങ്ങനെയൊക്കെയോ വണ്ടി സ്റ്റാർട്ട് ആവുകയാണ്. പക്ഷെ ഇയാനെ കൂട്ടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ബോധി ഒരു കാര്യം പറയുന്നുണ്ട്, അവൻ നിങ്ങളുടെ മകനല്ല, അത് പണ്ടേ അങ്ങനെയല്ല. സോ അതൊരു പ്യുവർ ആയിട്ടുള്ള ഡെവിൾ ആണ്. എന്തായാലും ഇയാനെ കൂട്ടാതെ ഇവരവിടുന്ന് പോവുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ട്. ഹൈദർ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ടൗണിൽ ഒരു ഫ്ലാറ്റിലാണ് ഇവരെല്ലാവരും താമസം. ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് റീനു എല്ലാവരും ഇരിക്കുന്ന സമയത്ത് തൊട്ട് അയൽവാസിയായിട്ടുള്ള ഒരു ലേഡി അവരുണ്ടാക്കിയ ഫുഡ് കൊണ്ടുവന്നിട്ട് റീനുവിന് കൊടുക്കുകയാണ്. ഇതുപോലെ ഭക്ഷണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് പറയണം. റീനു പറയണ കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ ഭക്ഷണം ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇവരെല്ലാവരും അത് കഴിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അയൽവാസിയായിട്ടുള്ള സ്ത്രീ അവരുടെ റൂമിലേക്ക് പോയി. അവരുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് നീ കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. കൊടുത്തു എന്ന് ആ ഒരു ലേഡി പറഞ്ഞു. ഒന്നും അറിയാതെ അവരത് കഴിക്കട്ടെ എന്ന് പറയാണ്. മാത്രമല്ല അടുത്ത വിളവെടുപ്പിനുള്ള സമയവുമായിട്ടുണ്ട്. അതായത് ചെകുത്താന്റെ കുഞ്ഞുങ്ങളെ അവരെന്തായാലും വന്ന് കൂട്ടി കൊണ്ടുപോകും. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിന്റെ ആ ഒരു ഹൊറിഫിക് എഫക്റ്റ് അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ രാത്രിയിൽ ലൈറ്റ് ഓഫ് ആക്കി ഹെഡ്സെറ്റ് കുത്തി ഒറ്റയ്ക്കിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിയിട്ട് പോകും. ഞാനും എന്റെ വൈഫും കൂടെ ഒരുമിച്ചിരുന്ന ഇത് കണ്ടത്. അത് പകുതിയായപ്പോ തന്നെ അവള് കിടന്നുറങ്ങി. ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ രാത്രി ഒരു 12 മണിക്ക് ഒറ്റയ്ക്കിരുന്നാണ് ഈ സിനിമ കണ്ടത്. എനിക്ക് തന്നെ പേടിയായി പോയിട്ടോ. അതായത് ഇത് പറഞ്ഞു തരാൻ പറ്റില്ല ഇതിന്റെ ആ ഒരു ഹൊറർ എഫക്റ്റ് ഒന്നും. എന്തായാലും ഓക്കെ, നമുക്ക് നല്ലൊരു കഥയുമായിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.